എല്ലാവർക്കും നമസ്കാരം. ഒരു മലയാളി എന്ന നിലയിൽ ഡിസ്ക് ബൾജ് ഇഷ്യൂ ചവിട്ടിത്തിരുമലിലൂടെ ഡിസ്കിനെ ചവിട്ടി അകത്തേക്ക് കയറ്റുക എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. ടു സ്റ്റാർട്ട് വിത്ത്, കുറച്ച് നാളുകളായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് L5S1 ഡിസ്ക് ബൾജ്. കഴിഞ്ഞ ഒരു വർഷം മുതലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാൻ തുടങ്ങിയത്. ഷൂട്ട്സിനൊക്കെ പോകുമ്പം ഉളുക്ക് വീഴോ, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം ഇനി അടുത്ത ബുദ്ധിമുട്ട് എന്താ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരുപാട് തോട്ട്സ് എനിക്ക് പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഫ്രണ്ട് ജേക്കബിൻ്റെ സർജറി വേണമെന്ന് പറഞ്ഞിരുന്ന ഒരു കോംപ്ലെക്സ് ഷോൾഡർ ഇഞ്ചുറി അഭിജിത്ത് ആശാന്റെ ചവിട്ടിത്തിരുമലിലൂടെയാണ് മാറിയത്. അങ്ങനെയാണ് ഓജസ്വിയിലേക്ക് 7 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ മെൻ്റലിയും ഫിസിക്കലിയും ഞാൻ പ്രിപ്പയർ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നത്. ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഒരു പുതിയ ജീവിതം കിട്ടിയതുപോലെ തന്നെയാണ്. ആശാനെ, ചവിട്ടിത്തിരുമലിലൂടെ ഡിസ്കിനെ ചവിട്ടി അകത്ത് കയറ്റുക എന്നല്ലാതെ ശരിക്കും ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറയാമോ? അതായത് മലയാളികൾക്കിടയിൽ വളരെ തെറ്റിദ്ധാരണ പടർത്തുന്ന ഒരു പദപ്രയോഗമാണ് ഈ ചവിട്ടിത്തിരുമെന്ന് പറയുന്നത്. ഇവിടെ ചവിട്ടി ഡിസ്ക് ഒന്നും അകത്തോട്ട് കയറ്റുന്നില്ല. ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ നേരെ ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഡിസ്ക് ബൾജ് ഉണ്ടാകുമ്പോൾ ഈ കശേരുക്കൾ തമ്മിൽ അടുത്തു പോകും. അല്ലാതെ അടുക്കുമ്പം അതിൻ്റെ ഇടയിലുള്ള ഡിസ്ക് വെളിയിലോട്ട് വരികയും അത് നെർവിനെ ടച്ച് ആക്കുകയും പിന്നെ വേദന തുടങ്ങുകയും. അപ്പം ഇത് ഇങ്ങനെ വരുന്ന ഒരാളെ നമ്മൾ 7 മുതൽ 10 ദിവസം കൊണ്ടൊക്കെയാണ് തിരുമുന്നത്. ഇതിൻ്റെ കാര്യം, ഈ കശേരുക്കളുടെ 2 വശത്തുള്ള മസിൽസിനെ അഴയ്ക്കുകയും ഈ കശേരുക്കൾ തമ്മിലുള്ള ഗ്യാപ്പ് കൃത്യമാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ നമ്മളൊരു റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബൾജായ ഡിസ്ക് എല്ലാം അകത്തോട്ട് കയറിപ്പോകും. അതിൻ്റെ കൂടെ കുറച്ച് ഹെർബൽ കിഴി പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്യുന്നതോടുകൂടി തന്നെ ഈ ബാക്ക് പെയിനെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. രണ്ടാമതായിട്ട്, സർജറി കൂടാതെ അകത്തോട്ട് മരുന്നുകളില്ലാതെ ഇത് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഇത് പരിപൂർണ സൗഖ്യം വന്നതിന് ശേഷം ഇനി വരാതിരിക്കാൻ കളരിപ്പായിട്ട് ഒരു മാർഷൽ ആർട്ട് എന്ന രീതിയിൽ ഇത് അഭ്യസിച്ച് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ഇത് ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരില്ല. ഇന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞെങ്കിലും ആശാൻ പറഞ്ഞിരിക്കുന്നത് 1 മാസമെങ്കിലും ഞാൻ എൻ്റെ ബോഡിക്ക് റിക്കവർ ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കണമെന്നാണ്. ഓജസ്വിയിൽ നിന്ന് ഞാൻ പോകുമ്പോൾ ഈ ഒരു 7 ദിവസം കൊണ്ട് ദ ഹോൾ ടീം ഹാസ് ബീൻ ലൈക്ക് മൈ ഫാമിലി. എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഇനി അടുത്ത് എനിക്ക് മാർക്ക് ചെയ്യാനുള്ളത് ആശാൻ്റെ കീഴിൽ തന്നെ കളരിപ്പയറ്റ് പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു.